നെക്സ്റ്റ് സ്റ്റെപ്പും അതോടൊപ്പം തന്നെ കണ്ണൂർ വിഷൻ ചാനലും സംരംഭം ഒരു മനോഹരമായിട്ട് ഒരു വിദ്യാഭ്യാസ പുരസ്കാരം 2026 നടക്കുകയാണ്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര് പ്രിയപ്പെട്ടവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു ഗോളടിച്ച് സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ നൽകുന്നത്. അപ്പോൾ അതിൽ മത്സരിക്കാൻ വന്നിരിക്കുന്ന ഒരു ടീമിനെ നമുക്ക് പരിചയപ്പെടാം. സുഖമായിരിക്കുന്നോ? എന്തെങ്കിലും പേടിച്ചിരിക്കുന്നേ? പേരെന്താണ്? കാശ്മീര. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? കാശു എന്ന് വിളിക്കും. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാണ് കാശുവിൻ്റെ? താണക്കാണ്. എന്താ പഠിക്കുക? എത്രയല്ല പഠിക്കുന്നത്? 10ാം ക്ലാസ് പഠിക്കുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്നത്? പള്ളിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നത്. ശരി, എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ, നമ്മളൊക്കെ അവിടുത്തെ മുൻകാല വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു പള്ളിക്കുന്ന സ്കൂളിൽ. ശരി, പേരെന്താണ്? ഓക്കെ, ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? ഓക്കെ, ഇവിടെ. ഓക്കെ, ശരി. എത്ര വർഷമായി? ഓക്കെ, അവിടുത്തെ ഒരു ഫുട്ബോൾ ആരവൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ഇഷ്ടപ്പെട്ട ടീം പുറത്ത് പോയോ? ഇല്ല. അർജന്റീന ആയതാണോ? അല്ല, മോളെ ഏത് ടീമാ? ബ്രസീലായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ 5 പ്രാവശ്യം എടുത്ത ആൾക്കാരല്ല, അത് വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. പേരെന്താണ്? നീലാംബരി. എത്രയല്ല പഠിക്കുന്നത്? +1 പഠിക്കുന്നത്. ഏത് ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. എവിടെ പഠിക്കുന്നത്? സെന്റ് തെരേസസിലാണ് പഠിക്കുന്നത്. അവിടെ ഭയങ്കര ഫുട്ബോളിന്റെ ആവേശം കാര്യങ്ങളൊക്കെ ഉണ്ടോ? പക്ഷേ നീലാംബരി ഇഷ്ടപ്പെടുന്ന ടീം പുറത്തു പോയി അല്ലേ? പോർച്ചുഗൽ പോയാ? ഏതാ ടീം? ഏതാണ് പറഞ്ഞോ? ഏത് ടീമാ? ആരാണ്? അല്ല, ഏത് ടീമിന്റെ ഫാനാണ് നീലാംബരി? പെട്ടെന്ന് പേര് മറന്നുപോയി അല്ലേ? ശരി. എന്തായാലും ഫുട്ബോളൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? ശരി, ഒരു 4 വർഷത്തിൽ കൂടുതൽ വരുന്ന ഒരു വലിയൊരു ആഘോഷമല്ലേ? അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസ പുരസ്കാരം നടക്കുന്നതോടനുബന്ധിച്ചൊന്ന് ഗോളടിച്ചിട്ട് അവസരം നിങ്ങൾക്ക് ഗോളടിക്കാൻ അവസരം തരുന്നു. 2 അവസരം ഞാൻ തരും ഒരാൾക്ക്. അപ്പോൾ 2ൽ 1 അടിച്ചു കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ളൊരു സമ്മാനം ഞാൻ തരാം. ഓക്കെ, റെഡി? ഇപ്പോൾ ഇതിലാരാണ് ആദ്യം മത്സരിക്കാൻ വരുന്നത്? നീലാംബരിയാണോ കാശ്മീരിയാണോ? വാ, ഒരാൾ വാ. കാശ്മീര വാ. ഒന്ന് അല്ല, കുഴപ്പമില്ല. വാണേ, ചുമ്മാ ഒന്ന് മത്സരിക്കേ. കാശ്മീര വാ. ഇവിടേക്ക് ഒന്ന് പേടിക്കണ്ടെന്നേ. വാന്നേ, മുന്നോട്ട് വരൂ. വാ. ആള് അർജന്റീന ഫാൻ അല്ലേ? ബ്രസീൽ ഫാൻ ആയിരുന്നു കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ആള് ബ്രസീൽ ഫാനാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. കാശ്മീര, 2 ചാൻസ് തരാം. 2ൽ 1 ഗോൾ അടിച്ചാൽ മതി. പേടിക്കണ്ട, കൂളായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ ഈ അമേരിക്കയിൽ നടക്കുന്ന ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു മത്സരമാണ്. അപ്പോൾ ലാസ്റ്റ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണ്. ബ്രസീൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോളിന് വേണം. ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്, ടൈ ആയിട്ട് നിൽക്കുകയാണ്. അത് അർജന്റീനയോടൊപ്പം 1-1 എന്നുള്ളൊരു സ്വപ്ന ഫൈനലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രസീൽ ജയിക്കും. ഓക്കെ, റെഡി? അപ്പോൾ 2 ചാൻസിലെ ആദ്യ ചാൻസിലേക്ക് പോവാണ്. റെഡി അല്ലേ? ഓക്കെ, അതാണ് ഗോളി പോസ്റ്റ് കേട്ടോ. നേരെ കാണുന്നതാണ് ഗോളി പോസ്റ്റ്. ഓക്കെ, തുടങ്ങാണേ. ആദ്യ ചാൻസ് ആണേ. റെഡി? നല്ല ഉഷാറായിട്ട് അടിക്കണം. നല്ല ബോൾ അവിടെ എത്തിട്ടുള്ളൂ. റെഡി? ഫസ്റ്റ് ചാൻസ്, പ്ലേ. അല്ല പിന്നെ വെരി ഗുഡ്. ചില പെനാൽറ്റികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ അങ്ങ് ഗോളായി പോകും. ഓക്കെ, 2ൽ ഒരു അവസരമാണ് കേട്ടോ. 2ൽ എന്തായാലും കാശ്മീരൊക്കെ ഒരു അവസരം കൂടി ഉണ്ട്. എന്തായാലും ഒരു സമ്മാനമുണ്ട് കാശ്മീര. അപ്പോൾ ഒരു ചാൻസ് കൂടി തരാം. ഇപ്പൊ കുറച്ചൊരു ആവേശം, ഒരു സെൽഫായിട്ട് നമുക്ക് കുറച്ചൊരു സന്തോഷം വന്നില്ലേ? ഓക്കെ, റെഡി? അപ്പോൾ കാശ്മീർ 2ാമത്തെ ചാൻസ് ആണേ. റെഡി? നേരെ അടിച്ചോളൂ. റെഡി? ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കാശ്മീരേക്ക് മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. അപ്പോൾ 2ൽ 1 ഗോൾ അടിച്ചിരിക്കുന്ന കാശ്മീരേക്ക് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള വലിയൊരു ഷോറൂം ബാഗ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട്. ഹാപ്പി ആണല്ലോ കാശ്മീര? ഹാപ്പി, സന്തോഷം. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഒരു അവസരം തരാം. ഒരു അവസരം തരാം. വെറുതെ ചുമ്മാ 1 ഗോൾ അടിച്ചാൽ മതി. 2ൽ ചേച്ചി ഒന്ന് വന്നിട്ടൊന്ന് മത്സരിക്കുക. വെറുതെ ഒന്ന് ചുമ്മാ. അല്ല, 2 അവസരത്തിലൊന്ന്. വാ. അല്ല, അത് ആവില്ല എന്ന് പറഞ്ഞാണ് ബ്രസീലുകാരി വന്നിട്ട് ഗോൾ അടിച്ചിട്ട് പോയേക്കണേ. ആ ബോൾ തരാമോ? ആളൊന്ന് മത്സരിക്കാൻ പോവാണ്. അപ്പം പ്രിയപ്പെട്ടവർ, നിങ്ങളോട് ഞാൻ പറയാണ്, ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിലെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫ്രണ്ടിലോട്ടേക്ക് വാ. ഓക്കെ, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി പേര് പറഞ്ഞേ. നീലാംബരി അർജന്റീന. ഓക്കെ, റെഡി? അപ്പോൾ നീലാംബരിക്ക് 2 അവസരത്തിലുള്ള ആദ്യ ചാൻസ് ആണ്. റെഡി? പ്ലേ. യെസ്, ഗോൾ. സൂപ്പർ. അഥവാ നീലാംബരിക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ കാശ്മീരിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു ചാൻസ് അതിലൊരു ഗോൾ ആക്കിയിട്ടുണ്ട്. യെസ്, കാണാൻ സിമ്പിളാണ്, പക്ഷേ ഇത് ഗോൾ അടിച്ച് ആക്കാന്ന് പറയാം. അപ്പോൾ ഒരു അവസരം കൂടി ഞാൻ തരികയാണ്. ഓക്കെ, ഒരു അവസരം കൂടി തരികയാണ്. 2ാമത്തെ ചാൻസ് കേട്ടോ. എന്തായാലും ഓൾറെഡി സമ്മാനമുണ്ട്. റെഡി? അയ്യോ, ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നീലാംബരിക്കുള്ള സ്നേഹ സമ്മാനം ഒന്ന് ഫ്രണ്ടിലോട്ട്. നീലാംബരിക്കുള്ള സ്നേഹ സമ്മാനം
ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഓക്കെ, ഹാപ്പി ആണല്ലോ? അപ്പോൾ സന്തോഷം, കാണാം. അപ്പോൾ പോയിട്ട് അവാർഡൊക്കെ എത്തുവാം. അപ്പോൾ നാനാഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാർ, വിദ്യാഭ്യാസ പുരസ്കാരം 2026 ഏറ്റുവാങ്ങാൻ വേണ്ടി നിരവധി കുടുംബങ്ങൾ, ഫാമിലീസ്, സൗഹൃദങ്ങൾ എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു ടീമിനെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. പേരെന്താണ്? എവിടെ, സ്ഥലം എവിടെയാണ്? വളപട്ടണത്ത്. എവിടെയാണ്? ഏത് ഭാഗത്തായിട്ട് വരും? പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് അല്ലേ? ഓക്കെ. ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ആളുടെ കൂടെ വന്നിരിക്കുകയാണ്, മകളാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഉമ്മ എന്നുള്ളതിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എന്തൊരു സന്തോഷം, നല്ല സന്തോഷം, ഹാപ്പിയാണ്. ആള് പൊതുവേ പഠിത്തമൊക്കെ എങ്ങനെയാണ്? പൊതുവേ പുലർച്ചെ അങ്ങനെയാണോ അല്ലെ രാത്രി അങ്ങനെയാണോ? ആൾക്ക് ഇഷ്ടമുള്ള പോലെ സ്ട്രെസ് ചെയ്യാറ്, ഇങ്ങനെ പഠിക്ക് അങ്ങനെയൊന്നും സംഭവം വേണ്ട. ഈ മാതാപിതാക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ചില വീടുകളിൽ നിന്നൊക്കെ മക്കളോട് പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ നല്ലതാണോ? മക്കൾ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് തോന്നുന്ന പോലെ അവർ പഠിക്കും. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ പഠിച്ചിട്ട് എന്തായാലും നല്ല മാർക്കോ. അതൊരു ഉദാഹരണമാണ് ആള് അല്ലേ? ശരി, ഓക്കെ. +2 ആണോ? +2. ഓക്കെ. വളപട്ടണത്തിൽ തന്നെയാണോ പഠിച്ചത്? സെന്റ് തെരേസസിലാണ് പഠിച്ചത്. ശരി. പേരെന്താണ്? ആയിഷ. ഓക്കെ, ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ ശരി. അപ്പൊ ഇങ്ങനെ അവാർഡ് വാങ്ങിക്കുന്ന കാര്യം ഉപ്പയോട് പറഞ്ഞോ? അപ്പൊ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവർ ഗൾഫിൽ എവിടെയാണ്, വിദേശത്ത് എവിടെയാണ്? ദേരയിലാണ് താമസിക്കുന്നത് അല്ലേ? ശരി. അപ്പോൾ ഉപ്പ അവിടുന്ന് കാണുന്നുണ്ടാവുമായിരിക്കും. ശരി. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റെഡി? ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കാണിക്കേ വേണ്ട. അപ്പോൾ ധൈര്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ശരി. ഫുട്ബോൾ കളി കാണാറില്ലേ? കാണാറുണ്ട്. ഏത് ഫുട്ബോൾ? വളപട്ടണം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ തന്നെയാണ്, വേറെ കൂടുതലൊന്നുമില്ല. മലപ്പുറം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഫുട്ബോൾ ഏത് ടീമിനാണ് കൂടുതൽ ഇഷ്ടം? അർജന്റീനയാണ്. ഇപ്രാവശ്യം അർജന്റീനക്കാണോ സാധ്യത കൂടുതൽ? ചില ആൾക്കാർ പറഞ്ഞു ഫ്രാൻസിനാണെന്ന്. ആർക്കാണ് ഇപ്രാവശ്യം ഒരു വേൾഡ് കപ്പിൽ മുത്തമിടാനുള്ള ചാൻസ് കൂടുതലായിരിക്കണം? അർജന്റീന ആയതുകൊണ്ട് ഞാൻ അർജന്റീന. ഉമ്മ എന്ത് പറയുന്നു? മോളെന്താണോ അതാണ് ഞാനും അല്ലേ? ശരി. അപ്പോൾ 2 അവസരം ഞാൻ തരാം. 2 അവസരം. ഒന്നുമില്ല, 2ൽ 1 ഗോളാക്കി കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. 1 ഗോളാക്കിയാൽ മാത്രം മതി. 2ൽ 1 ഗോളാക്കിയാൽ മതി. റെഡി? അപ്പോൾ റെഡി? ഓക്കെ. അപ്പോൾ അതാണ് കൃത്യമായിട്ട് അർജന്റീനയിലെ ഇഷ്ടം. മെസ്സി മാറ്റി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇഷ്ടം? റൊമേറോ. ശരി. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വെക്കുക, ഗോൾ അടിക്കുക. 2 ചാൻസ് ആണ്, അതിൽ ആദ്യ ചാൻസിലേക്ക്. റെഡി? പ്ലേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരവസരം കൂടിയുണ്ട്, ഒറ്റൊരവസരം കൂടി. ഇതിൽ ഗോളായി കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. ഓക്കെ. അർജന്റീന ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ 2 ചാൻസിലെ 1 ചാൻസ് കഴിഞ്ഞു, രണ്ടാമത്തെ ചാൻസ്. പ്ലേ. നേരെ നോക്കി ചെയ്തു. ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉമ്മ ഒന്ന് മത്സരിച്ച്, അർജന്റീനക്കാരിയാണ്, നോക്കുന്നോ? ഒന്ന് മത്സരിച്ച് നോക്ക്, വാന്നേ. നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഉമ്മക്ക് ഞാൻ ഒരൊറ്റൊരവസരം തരാം. ഒരേ ഒരു അവസരം. 2 അവസരമില്ല, ഒറ്റൊരവസരം. ഓക്കെ, അവിടെ നിൽക്ക് പോളെ. ഓക്കെ, റെഡി? പ്ലേ. അയ്യോ, രാവിലെ എന്താ കഴിച്ചു ഉമ്മ? അപ്പോൾ ശരി കേട്ടോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മുടെ പ്രിയപ്പെട്ടവർ, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടുള്ള ഗോളടി പരിപാടികളൊക്കെ നമ്മൾ കണ്ടു, സമ്മാനങ്ങളൊക്കെ കൊണ്ടു. ഇനി ഈ ഫുട്ബോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, വേൾഡ് കപ്പിനൊക്കെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിനൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെ വിദ്യാഭ്യാസ പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടി അനവധി പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു പരിപാടി അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, പേരെന്താണ് അമ്മയുടെ? അനിത. മകൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അമ്മ സദസ്സിലിരുന്ന് കണ്ടു. സന്തോഷമാണോ? വളരെ സന്തോഷം. ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം എന്താണ് മകൻ? കാരണം ഈ നമ്മുടെ ഇപ്പോൾ ഒരു പഴയൊരു കാലഘട്ടം സ്കൂൾ വിദ്യാഭ്യാസം ഇങ്ങനെ ഒരു ഭയങ്കരം വൈഡായിട്ടുള്ള ഒന്നായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾ കണ്ണൂർ വിഷൻ ചാനൽ അടക്കമുള്ള ഒരു ടീം അംഗങ്ങളൊക്കെ ഇങ്ങനെ പുരസ്കാരങ്ങളൊക്കെ നൽകുമ്പോൾ എന്താ ഒരു സന്തോഷം എന്താ ഉള്ളത്? പിന്നെ നമ്മളെ കാലഘട്ടത്തിൽ നേർച്ചാല് ഞാൻ +2 അല്ല, പിന്നെ PDD. അപ്പൊ നേർച്ചാല് പിന്നെ എൻ്റെ അച്ഛൻ കർഷക തൊഴിലാളിയായിരുന്നു. അപ്പോൾ 4 മക്കളെ പഠിപ്പിച്ച് ആക്കി ആ ഒരു രീതിയിലേക്ക്, എന്നാലും എല്ലാവരെയും കൂടെ പഠിപ്പിച്ച്. പക്ഷെ ഇങ്ങനെ നമ്മളെ കാലഘട്ടത്തിലുള്ളത് ഓഫീസേഴ്സ്, മാഷന്മാർ, ടീച്ചേഴ്സ്, അവരുടെ മക്കളെ എങ്ങനെയായാലും അവര് ഏത് വഴിയിലേ പോകണമെന്ന് പറഞ്ഞിട്ട് ആ വഴിയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ജോലി ഉറപ്പ് വരുന്നു.
പക്ഷേ നമ്മളെപ്പോലത്തെ പിന്നെ കർഷക തൊഴിലാളിന്റെ മക്കള് അങ്ങനെ കൂലിപ്പണിക്കാരുടെ മക്കളല്ലോ പിന്നെ എങ്ങനെയാന്ന് പഠിച്ച് ആ വരെ എത്തി ഇനി അവർ കൂലിക്ക് പോട്ടെ അല്ലെങ്കിൽ വേറെ രീതിയിൽ പോട്ടെ എന്നിട്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതെല്ലാം മാറി. കുട്ടികൾക്ക് മൊബൈൽ ഫോണ് ഇതേപോലെ സാധ്യതകളുണ്ട്. ഒരുപാടുണ്ട് സാധ്യതകൾ. കുട്ടിയെ ഏത് പിന്നെ എന്താണ് കുടിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയായാലും അവരെ കൈപിടിച്ച് കയറ്റാൻ ഇതേപോലെ പിന്നെ കേരള വിഷൻ ചാനലുകള്, മറ്റേ സന്നദ്ധ സംഘടനകള്, അങ്ങനെയുള്ള പല പല ഒരു പ്രദേശത്ത് ഇപ്പൊന്ന് ചോദിച്ചാൽ ഇവൻ എനിക്ക് ഒരു മോനാണ്. അപ്പോ പിന്നെ ഇവൻ ഫുൾ A+ മേടിച്ച എന്റെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയാണ് അമ്മേന്റെ. എല്ലാവർക്കും 8, 9 മേടിച്ചിരിക്കുക. അപ്പൊ എന്ന് വെച്ചാല് ഇപ്പോഴേ ഏകദേശം 12 പുരസ്കാരങ്ങൾ മേടിച്ചു. ഞാൻ വെറും പിന്നെ 263 മാർക്ക് മേടിച്ചിട്ട് പാസ്സായതനുസരിച്ച് നമ്മളൊന്നും എല്ലാ തോന്നലും. പിന്നെ വെച്ചാൽ അന്നത്തെ ആ കാലത്തെ ചുറ്റുപാടല്ല ഇപ്പൊന്ന് വെച്ചാൽ ഇവർക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മീഡിയാസിൽ പിന്നെ അത് ഇവര് പിന്നെ ഇത് ചെയ്തു എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ള രീതി. അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ പഠിച്ചവര് ആടെയുണ്ട് ഒരു കുട്ടി. അവര് അന്നത്തെ കാലത്തെന്ന് ചോദിച്ചാൽ പഠിച്ചവര് പിന്നെ ടീച്ചേഴ്സിന്റെ മക്കളായാലും ശരി അവര് ഒഴുക്കി ഒറ്റക്കൊറ്റ ഇവർക്ക് സുഹൃത്തുക്കള് വാട്സപ്പ് കൂട്ടായ്മകള് അതിൽ കൂടെയല്ലേ ആ കുട്ടി ആ രീതിയിലേക്ക് പോയാൽ വളരും എന്ന രീതി. പേരെന്താണ് മോന്റെ? യദു. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. SSLC +2 ആണോ? +2 ആണോ SSLC? ഏത് സ്കൂളിൽ പഠിച്ച? മൂത്തടുത്താ പഠിച്ചിരിക്കുന്നത്. അതൊന്നും പിന്നെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ. സ്വന്തം സ്ഥലം തളിപ്പറമ്പാണോ? എവിടെയാണ്? മൊറാഴയാണ് അല്ലേ? ശരി ശരി. ഓക്കെ. അപ്പൊ +2 ഏതായിരുന്നു ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് മോൻ? കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ വന്ന് സമ്മാനങ്ങളൊക്കെ ഏറ്റു വാങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പോണ പോക്കിൽ അമ്മ എന്ത് വാങ്ങിച്ചിരുന്നാ പറഞ്ഞേ? ബിരിയാണി വാങ്ങിച്ചേരാന്ന് പറഞ്ഞാ ചോദിക്കേ? ഒന്നും അങ്ങനെ പറയുന്ന ഒരാളല്ല. കിട്ടിയാലും ഒറ്റൊരു പിന്നെ ഇതേ പറഞ്ഞു ആഗ്രഹമേ ഉള്ളൂ. വന്ന് എനിക്ക് ഗുരുവായൂർ പോയിട്ട് വെരി ഗുഡ് വെരി ഗുഡ്. സ്കൂള് തുറക്കുന്നതിന് 2 ദിവസം പോയോ കൃഷ്ണനെ കണ്ടോ? സ്കൂള് തുറക്കുന്നതിന് 2 ദിവസം മുന്നില് പിന്നെ പോയി ഒന്ന് കണ്ണനെയൊക്കെ കണ്ടു തൊഴുതിട്ട് വന്നു. ഇത് പിന്നെ സന്തോഷല്ലേ? ശരി. അപ്പൊ എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് എനിക്ക് സമ്മാനം തരേണ്ടത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ മതി, മറ്റുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട്. അമ്മയുടെ പേരെന്താ? അനിത. അപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആളോടുള്ള 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ശരി. അപ്പൊ ഫുട്ബോൾ കളി കാണാറുണ്ട്. ഓക്കെ. ഏത് ടീം ഏതാണ്? ഇറ്റലിയാണ്. ഓക്കെ. അമ്മ ഫുട്ബോൾ കളി കാണാറുണ്ടോ? ബ്രസീലിനോടാണ് ഇഷ്ടം. ശരി. അപ്പൊ ഞാനേ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യം സിമ്പിളാണ്. ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഒരു പുതിയ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കളിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കും. ആ ബ്രേക്കിന്റെ പേരെന്താണ്? ആ ബ്രേക്കിന് പറയുന്ന പേര് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നാണ്. ഉറപ്പാണോ? അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ വെള്ളം കുടിക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ 2026 വേൾഡ് കപ്പിൽ കൊണ്ടുവന്ന ഒരു പുതിയ സ്റ്റൈലാണ്. അത് കളിക്കാർക്ക് ഒരു ചെറിയൊരു സമയം ഒരു ബ്രേക്ക് കൊടുക്കാറുണ്ട്. ആ ബ്രേക്കിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നുള്ളത് റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ. എന്തായാലും സമ്മാനമുണ്ട്. പക്ഷേ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നുണ്ടോ, ഫുട്ബോളിനെ കുറിച്ച് അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എൻ്റെ ചോദ്യമാണ് കേട്ടോ. ചോദ്യം എന്ന് പറയുന്നത് ഈ ഫുട്ബോളിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാ? പെലെയാണോ ഫുട്ബോളിന്റെ രാജാവ്? ഫുട്ബോളിന്റെ രാജാവ് പെലെ എന്നറിയപ്പെടുന്നു. ഫുട്ബോളിന്റെ രാജാവ് പെലെയാണല്ലേ? ഒരു മാറ്റമില്ല, ഇനി മാറ്റണ്ട. ഫുട്ബോളിന്റെ രാജാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ശരി ഉത്തരം പെലെ എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പൊ സ്നേഹ സമ്മാനമുണ്ട് കേട്ടോ. സ്നേഹ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൂടാളി പഞ്ചായത്തിലെ കൊളോളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയൊരു ബുക്സിന്റെ ഒക്കെ ഒരു വലിയൊരു നിർമ്മാണ കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ബുക്സ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ്, അതുപോലെ തന്നെ വലിയ കോളേജ് ബുക്സുകളൊക്കെ അവിടുന്ന് ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് വൈറ്റ് സ്ലീവ്സ് എന്നാണ്. വൈറ്റ് ലീവ്സ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ് 2 പേർക്കും നൽകുന്നത് കേട്ടോ. അപ്പോൾ സ്നേഹം നിറഞ്ഞ സമ്മാനമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. +2 കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ഭാവിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭാവിയിൽ ആരാവാൻ ആഗ്രഹം? സയന്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം എന്താണ്? അവന് വിട്ടുകൊടുത്തോ? സയന്റിസ്റ്റിനൊക്കെ ഇപ്പൊ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ ശരി കേട്ടോ. താങ്ക് യു അമ്മ. താങ്ക് യു സോ മച്ച്.